നൂറ്റിമൂന്നാമത്തെ സങ്കീർത്തനം ധാരാളം തവണ നമ്മൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനങ്ങളാണ്. അതിലെ ഒട്ടുമിക്ക വാക്യങ്ങളും നമുക്ക് മനഃപ്പാഠമാണ്. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കീർത്തനമാണ് 103-ാമത്തെ സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്, മറക്കരുതെന്നുള്ള വലിയ ഒരു ബോധ്യം നമുക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ഈ സങ്കീർത്തനം ഇവിടെ ആരംഭിക്കുന്നത്. എന്താണ് ദൈവം നമുക്ക് തന്ന ഉപകാരം എന്നുള്ളത് അതിൻ്റെ പ്രാരംഭവാക്യം തുടങ്ങി താഴോട്ട് പല കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാക്യത്തിൽ തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞിട്ട് അടുത്തത് തുടങ്ങുന്നത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു എന്നുള്ളതാണ്. അകൃത്യമൊക്കെയും മോചിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗൗരവത്തോടുകൂടി നമ്മൾ കാണണം, യേശു കർത്താവിൻ്റെ കാൽവറി മരണത്തിൽ കൂടി നമുക്ക് സാധ്യമായിട്ടുള്ള പാപപരിഹാരം, വീണ്ടെടുപ്പ്, അതിനോട് തുലനപ്പെടുത്തുവാൻ ഇഹത്തിൽ നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്ന ഒരു നന്മയ്ക്കും കഴിയുകയില്ല. ആ ഒരു വലിയ തിരിച്ചറിവ് നമ്മുടെ അകത്ത് വന്നു കിട്ടുമ്പോഴാണ് നമുക്ക് ദൈവത്തെ ധാരാളമായിട്ട് മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനുമായിട്ട് കഴിയുന്നത്. ദൈവത്തിന് പ്രാധാന്യതയുള്ളത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനും നാം പ്രാധാന്യത കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിൽ ദൈവപ്രസാദം ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമുക്കൊരു പക്ഷേ രോഗശാന്തി ആയിരിക്കാം ഏറ്റവും പ്രധാനം, നമ്മുടെ ജീവനെ മരണകരമായ അനുഭവത്തിൽ നിന്ന് വിടുവിക്കുന്നതായിരിക്കാം നമുക്ക് പ്രധാനപ്പെട്ട വസ്തുത. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഏദൻ തോട്ടത്തിൽ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചതിൽ കൂടി, ലംഘനം ചെയ്തതിൽ കൂടി ആ ബന്ധത്തിൻ്റെ ഇടയിൽ വലിയ ഒരു വിടവ് സംഭവ്യമായി. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദിമ മാതാപിതാക്കളെ തോട്ടത്തിന് വെളിയിലോട്ട് ഇറക്കി വിടുമ്പോൾ അവർ പോകുന്ന വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞല്ല, തോട്ടത്തിനകത്ത് വെച്ച് തന്നെ അവർക്കൊരു കനത്ത വാഗ്ദത്തം കൊടുത്തു. സ്ത്രീയുടെ സന്തതി വരും, അവൻ സർപ്പത്തിൻ്റെ തല എന്ത് ചെയ്യും? തകർക്കും. എന്തിനാണ് സ്ത്രീയുടെ സന്തതി വരുന്നത്? എന്തിനാണ് സർപ്പത്തിൻ്റെ തല തകർക്കുന്നത്? ഏദൻ തോട്ടത്തിൽ വിച്ഛേദിക്കപ്പെട്ട ഒരു ബന്ധം പുനഃസ്ഥാപിക്കണമെന്ന് ദൈവത്തിന് താല്പര്യമുള്ളത് കൊണ്ട് ദൈവം തന്നെ അതിനകത്തൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് തൻ്റെ പുത്രനെ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചു. അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ മനുഷ്യനോട് ദൈവത്തിനുണ്ടായ ആ പിതൃപുത്ര ബന്ധം, അതിനാണ് പാപം വിച്ഛേദനം വരുത്തിയത്. ആ വിച്ഛേദനത്തിന് വരുത്താനിടയായ പാപത്തിന് തൻ്റെ ശരീരമെന്ന, ദേഹമെന്ന യാഗം കൊണ്ട് പരിഹാരം വരുത്തി ആ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് വീണ്ടും പിതൃപുത്ര ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റും. യോഹന്നാൻ 1:12 എല്ലായ്പ്പോഴും നമ്മൾ ഓർക്കുന്ന ഒരു വാക്യമാണ്. അപ്പോൾ ഈ ബന്ധത്തിന് വിച്ഛേദനം വരുത്തിയ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലോട്ട് അയച്ചത്. അതാണ് പ്രധാനപ്പെട്ട ദൈവപുത്രൻ്റെ ആഗമനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആ ഉദ്ദേശത്തിൻ്റെ കീഴിലാണ് ബാക്കിയുള്ളതെല്ലാം കടന്നു വരുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും.
ഇത് പഴയ നിയമത്തിലെ ഒരു വാക്യം. പുതിയ നിയമത്തിലും ഇതിന് സഹായകമായ നിരവധി വാക്യങ്ങളുണ്ട്. പരിചിതമായിട്ടുള്ള ഒരു വാക്യം ചൂണ്ടിക്കാണിച്ച് ഞാൻ ആ ഭാഗവും വിടുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം. കവർന്നഭൂമിയിൽ വെച്ച് നമുക്കറിയാം, ഒരു പക്ഷപാതക്കാരനെ 4 പേര് ചുമന്നുകൊണ്ട് വീടിൻ്റെ മേൽക്കൂര പൊളിച്ചവനെ യേശു കർത്താവിൻ്റെ മുൻപിൽ ഇറക്കി വയ്ക്കുന്ന ഭാഗം. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. 2-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യേശു എന്താണ് അവരോട് പറഞ്ഞത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിലും അത് തന്നെ പറയുന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട് നിന്റെ പക്ഷപാതം സൗഖ്യമായെന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അവൻ ദീർഘവർഷമായി കിടപ്പിലാണെന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ട് ആദ്യം പരിഹരിക്കപ്പെടേണ്ടത് ശരീരത്തിൻ്റെ പോരായ്മയല്ലേ? പക്ഷേ യേശുവോട് പറഞ്ഞത് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പാപപരിഹാരം മനുഷ്യന് വരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പ്രഥമമായ കാര്യം. അത് പരിഹരിക്കപ്പെട്ടാൽ അതോടനുബന്ധിച്ച് വന്നുകൂടിയ പ്രതിസന്ധികൾക്കൊക്കെ അതിൻ്റെ പിറകെ പരിഹാരമാകും. അതുകൊണ്ട് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് നാം സങ്കീർത്തനത്തിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നമുക്ക് വാഹനം കിട്ടിയതും വീട് കിട്ടിയതും ആരോഗ്യം കിട്ടിയതും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടിയതും ഒക്കെ ഒരു ഭാഗത്തു നന്മയാണെങ്കിലും അതിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവന്നത്, നിത്യത നമുക്ക് ഉറപ്പാക്കുവാൻ ഇടയായത്, ദൈവത്തോട് ദൈവസന്നിധിയിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് അടുത്തു വരുവാൻ നമുക്ക് പദവി ലഭിച്ചത് പാപത്തിന് പരിഹാരം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പാപപരിഹാരകനായ കർത്താവിനെ, വിച്ഛേദിക്കപ്പെട്ട ബന്ധത്തെ, ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെട്ട നമ്മുടെ ബന്ധത്തെ വീണ്ടും തൻ്റെ ദേഹമെന്ന യാഗത്തിൽ കൂടി കണക്ട് ചെയ്യുവാൻ മനസ്സ് കാണിച്ച കർത്താവിനെ നമ്മുടെ ആരാധനകളിൽ മറക്കരുത്. അല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മറക്കരുത്. നാം എത്രയോ ഭാഗ്യം സിദ്ധിച്ചവരാണ്. കുറ്റബോധമില്ലാത്ത ഒരു മനസ്സുമായി ജീവിക്കാൻ കഴിയുന്നതാണ് ഇഹത്തിലെ ഏറ്റവും വലിയ ഒരു കാര്യം. ഇന്ന് പകലിൽ നാം ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ശിക്ഷകൾ നിമിത്തം മനസാക്ഷിയുടെ കോടതിയുടെ മുൻപിൽ പലരും വിധിക്കപ്പെടുന്നത് കൊണ്ട് പലരും ആത്മഹത്യ പ്രവണത ഉള്ളവരായി മാറുന്നത്. എന്നാൽ ഇന്നലകളിൽ നാം ചെയ്ത തെറ്റുകൾ എത്ര കഠിനമാണെങ്കിലും യേശു കർത്താവിന്റെ പാപപരിഹാര ബലിയിൽ കൂടിയും കാൽവറിയിൽ നമുക്ക് വേണ്ടി ചീന്തപ്പെട്ട രക്തത്താലും ഇന്ന് പകൽ കഴുകൽ പ്രാപിച്ചവന്റെ അകത്ത് ഒരു കുറ്റബോധവും അവശേഷിക്കാതെ വണ്ണം കുറ്റമറ്റ മനസാക്ഷിയോടെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ദൈവതിരുവാദപടം അടുത്തു വരുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യത്തെക്കാൾ വലിയ ഭാഗ്യം വേറെ എന്താണുള്ളത്? പഴയ നിയമത്തിന്റെ ഭക്തൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് 32-ാമത്തെ സങ്കീർത്തനത്തിൽ എന്താണ് ഭാഗ്യാവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ താനത് കൃത്യമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അതെ, അതിനേക്കാൾ വലിയൊരു ഭാഗ്യാവസ്ഥയില്ല. തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ കർത്താവിന് സന്തോഷത്തോടെ ഇന്ന് പകൽ ഒരു മഹത്വം കൂടി അർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അവൻ നിന്റെ പാപമൊക്കെയും എന്ത് ചെയ്തു? മോചിച്ചു. നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കി. അവിടെ നിന്നുകൊണ്ട് ഇന്ന് പകലിൽ ആ ഒരു പദത്തിൽ നാം കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിനൊക്കെ ആവർത്തിച്ച് ധ്യാനിക്കുന്ന ഭാഗമാണ്. ഇതല്ലാതെ ഇതിനകത്തുനിന്ന് വേറെ ഒന്നും നമുക്ക് പറയാനായിട്ട് ഇല്ല. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. പാപപരിഹാരം വരുത്തിയ നമ്മുടെ കർത്താവിനെ ആയുസിൻ്റെ ദിനങ്ങളിൽ ഒരിക്കലും മറക്കരുത്. അങ്ങനെയുള്ള മറവിയടയ്ക്ക് വന്നു കയറുന്നത് കൊണ്ടാണ് വീണ്ടും പാപത്തിലോട്ട് നാം കൂപ്പുകുത്തുന്നത്. എന്നാൽ പാപപരിഹാരം നമ്മുടെ കർത്താവ് നമുക്ക് വരുത്തി തന്നെന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ എപ്പോഴും യേശു കർത്താവിനെ ഓർക്കുന്ന ഒരാൾക്ക് പാപത്തിലോട്ട് തിരിയുവാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. മനുഷ്യനൊക്കെ മറവിയുള്ളവരാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനം നമുക്ക് നൽകി തന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കർത്താവിൻ്റെ മേശ വിളിച്ചറിയിക്കുന്ന സത്യം നമുക്കറിയാം. നമ്മുടെ സ്നാനവും അപ്പോൾ തന്നെ കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനവും തിരുസഭയ്ക്ക് നൽകിയ അനുഗ്രഹീതമായ 2 കൂദാശകളാണ്. സ്നാനം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. കഷ്ടാനുഭവങ്ങളോടുള്ള നമ്മുടെ ഏകീഭാവമാണ്. യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള ഏകീഭാവമാണ് സ്നാനം.
എന്താണ് കർത്താവിൻ്റെ മേശ? തിരുവത്താഴ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതും അതോട് തന്നെ ബന്ധപ്പെട്ട കാര്യമാണ്. യേശു കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ഓർമ്മിക്കുന്നതാണ് തിരുമേശയുടെ ശുശ്രൂഷ. അപ്പം ഇതിന് രണ്ടിനും കർത്താവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തോട് ബന്ധമുണ്ട്. ഒന്നിനോട് നമ്മൾ ഏകീഭവിക്കുന്നു, അതാണ് സ്നാനം, കഷ്ടാനുഭവങ്ങളോടുള്ള ഏകീഭാവം. രണ്ട്, ആ കഷ്ടാനുഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓർമ്മിക്കുന്നു. അപ്പം മറവിയുള്ള ലോകത്തിൽ യേശു കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകളൊന്നും നാം മറന്നു പോകാതിരിക്കാൻ യേശു കർത്താവ് നമുക്ക് തന്നേച്ചു പോയ അനുഗ്രഹീതമായ ഒരു കൂദാശയാണ് ഇത്. ഞാൻ വരുവോളം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് ഈ അനുഗ്രഹീത സുദിനത്തിൽ കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിനായി നമ്മെ തന്നെ ദൈവകരത്തിലേക്ക് സമർപ്പിക്കാം. ഓർക്കേണ്ടതൊന്നും നമ്മൾ മറക്കരുത്. നാം ഉൽപ്പത്തി പുസ്തകം 40-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എടുത്തു വായിക്കണമെന്നില്ല, ഭാഗം വായിക്കുമ്പോൾ, അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകന്റെ പ്രമാണിയും യോസേപ്പിനോടുകൂടി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരു രാത്രിയിൽ രണ്ടുപേരും 2 സ്വപ്നങ്ങൾ കണ്ടു. പിറ്റേ ദിവസം വ്യാകുലപ്പെട്ടവരുടെ അടുക്കൽ യോസേഫ് വന്ന് കാര്യം ചോദിച്ചു. സ്വപ്നം അവർ അവനോട് പറഞ്ഞു. അവൻ അതിന് ഉചിതമായിട്ടുള്ള നല്ല ആൻസർ അല്ലെങ്കിൽ വ്യാഖ്യാനം നൽകി. ഒരാളോട് പറഞ്ഞു, അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞു, 3 ദിവസത്തിനകം നിന്നെ എന്ത് ചെയ്യും? തൂക്കിക്കളയും. പാനപാത്രവാഹകനോട് പറഞ്ഞു, 3 ദിവസത്തിന് ശേഷം വീണ്ടും നിന്നെ വാഹകനായിട്ട് ആ പദവിയിലോട്ട് നിന്നെ വീണ്ടും തിരികെയാക്കും. പറഞ്ഞതുപോലെ തന്നെ 3 ദിവസം കഴിഞ്ഞ് ഒരുവനെ തൂക്കി. അവനെ എന്ത് ചെയ്തു? പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയായിട്ട് ഉദ്യോഗത്തിലേക്ക് തിരികെ കയറ്റി. ആ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ച് കഴിയുമ്പോൾ മനുഷ്യത്വത്തിൽ അകാരണമായി കാരാഗ്രഹത്തിനകത്ത് അടയ്ക്കപ്പെട്ട യോസേപ്പ് പാനപാത്രവാഹകനോട് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. നിനക്കൊരു നല്ല കാലം വരുമ്പോൾ നീ എന്നെ ഒന്ന് ഓർക്കണം. പക്ഷേ 40-23 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി എന്ത് ചെയ്തു? യോസേപ്പിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. കണ്ടോ, എത്ര ഗൗരവമായിട്ടാണ് ആ ഭാഗം പറയുന്നത്. ഓർക്കേണ്ടവൻ ഓർത്തില്ല. ഒരിക്കലും മറക്കരുതാത്ത കാര്യമായിരുന്നു. ആ 2 പദവും പരിശുദ്ധാത്മാവോടെ പിൻ ചെയ്ത് ചേർത്തിട്ടുണ്ട്. പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേപ്പിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിലും പാപപരിഹാര ബലിയിൽ കൂടി നമുക്ക് വേണ്ടി പരമയാഗമായ നമ്മുടെ കർത്താവിനെ നമ്മളും ഓർക്കാതെ മറന്നു കളയാതിരിക്കാൻ കർത്താവിൻ്റെ മേശ നാം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഈ ഓർമ്മ, ഇത് അനുഷ്ഠിക്കുമ്പോൾ മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൽ ഓരോ നിമിഷവും പാപപരിഹാര ബലിയെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ അകത്തുണ്ടാകണം. അപ്പോൾ തന്നെ ഇത് അനുഷ്ഠിക്കുമ്പോൾ അത് ആഴമായിട്ട് ഗൗരവമായിട്ട് ധ്യാനിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് അല്പകാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ പങ്കുവെച്ച് കർത്താവിൻ്റെ മേശ അനുഷ്ഠിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇവിടുത്തെ അപ്പവീഞ്ഞികളൊക്കെ നമ്മുടെ കർത്താവിൻ്റെ ശരീരത്തോടും രക്തത്തോടും നമുക്കുള്ള കൂട്ടായ്മയാണ് ഈ അപ്പവീഞ്ഞുകൾ നമുക്ക് ചെയ്തു തരുന്നത്. അപ്പം ഒരിക്കലും മാംസമാകുന്നില്ല, വീഞ്ഞൊരിക്കലും രക്തമാകുന്നില്ല. വസ്തുമാറ്റത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. അപ്പം തന്നെയാണ്, വീഞ്ഞ് തന്നെയാണ്. എന്നാൽ നമുക്കതിൽ കൂടി ഈ അനുഗ്രഹിത ശുശ്രൂഷയിൽ കൂടി നമ്മുടെ കർത്താവിനെ ഓർക്കുവാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ 3 ശരീരങ്ങളാണ് തിരുവെഴുത്തിൽ ഉള്ളത്. നമുക്കറിയാം ആ ഭാഗങ്ങൾ. ഒന്നാമത്തേത് റോമാലേഖനം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യമാണ്. ആളത്വ ശരീരം, യേശുവിൻ്റെ ആളത്വ ശരീരം. റോമാലേഖനം 8-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം. ജഡത്തിലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ ഒന്ന്, യേശുവിൻ്റെ ആളത്വ ശരീരമാണ്. കാൽവറിയിൽ തകർത്തത് ആളത്വ ശരീരമാണ്. നമ്മളെപ്പോലെ യേശു കർത്താവിന് മാംസമുണ്ടായിരുന്നു, നമ്മളെപ്പോലെ യേശുവിന് അസ്ഥി ഉണ്ടായിരുന്നു, നമ്മുടെ ശരീരത്തിൽ ഓടുന്നത് പോലെ യേശുവിന് രക്തമുണ്ടായിരുന്നു. ഈ ആളത്വ ശരീരത്തെയാണ് കാൽവറിയിൽ എന്ത് ചെയ്തത്?
തകർത്ത് കളഞ്ഞത്, ശിരസിൽ മുൾമുടി അടിച്ചിറക്കിയത് ഈ ആളത്തെ ശരീരത്തിലാണ്. കൈകാലുകളിൽ ആണി അടിച്ചിറക്കിയത് ഈ ആളത്തെ ശരീരത്തിലാണ്. പ്രിയപ്പെട്ടവരെ, വിലാപ്പുറം കുത്തി തുളച്ചത് ഈ ആളത്തെ ശരീരത്തിലാണ്. മുഖത്ത് കാർക്കിച്ചു തുപ്പിയത് ഈ ആളത്തെ ശരീരത്തിലാണ്. നാണയത്തുട്ടുകൾ, റോമൻ നാണയത്തുട്ടുകൾ ചേർത്ത് വെച്ച് അത് കൂട്ടിപ്പിടിച്ച് താടി രോമങ്ങൾ വലിച്ചു പറിച്ചത് ഈ ആളത്തെ ശരീരത്തിലാണ്. നമ്മുടെ ഒരു രോമം പറിച്ചെടുത്താൽ എന്തോരം നൊമ്പരം നമുക്കുണ്ടാകും. അതുകൊണ്ട് അവിടെ നാം ചിന്തിക്കണം, നാണയം, റോമൻ നാണയത്തുട്ടുകൾ ചേർത്ത് കൂട്ടിപ്പിടിച്ചിട്ട് താടി രോമങ്ങളെ കുലുക്കി പറിക്കുമ്പോൾ, ശ്രദ്ധിച്ചേ, ആ കുലുക്കി പറിക്കുന്ന മാംസം, രോമത്തോടു കൂടി മാംസം കൂടി പിഴുതുപോരത്തക്ക നില, വളരെ നീചമായിട്ടുള്ള നിലയിൽ യേശു കർത്താവിന്റെ ശരീരത്തെ തച്ചുടച്ചു. ഇത് യേശുവിന്റെ ആളത്വ ശരീരമാണ് നമുക്ക് വേണ്ടി പാപപരിഹാരത്തിനായി തകർക്കപ്പെട്ടത്. നാം അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ നമ്മുടെ കർത്താവ് തന്റെ ആളത്വ ശരീരത്തിലാണ് ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. പാപം ചെയ്ത നമ്മുടെ ജഡത്തിലാണ് ആണി അടിക്കേണ്ടിയിരുന്നത്. പാപം ചെയ്ത നമ്മുടെ ശിരസിലാണ് മുൾമുടി അടിച്ചിറക്കേണ്ടിയിരുന്നത്. പാപം ചെയ്ത നമ്മുടെ വിലാപ്പുറമാണ് കുത്തിത്തുളയ്ക്കപ്പെടേണ്ടിയിരുന്നത്. പാപം ചെയ്ത നമ്മുടെ പുറമാണ് ഉഴവുചാലുകൾ പോലെ അടിച്ചു കീറപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അതൊക്കെ നമ്മുടെ മേൽ ചുമത്തിയാൽ നാം എന്ന വ്യക്തിത്വങ്ങൾ ഇവിടെ കാണത്തില്ല. അതുകൊണ്ട് നമുക്ക് പകരമായി യേശു കർത്താവ് തന്റെ ആളത്തെ ശരീരത്തിൽ പാപത്തിന് നാം അനുഭവിക്കേണ്ട ശിക്ഷ മുഴുവൻ ഏറ്റെടുത്തു. ഇന്ന് പകൽ ആ ഓർമ്മയോടുകൂടെ വേണം ഈ അപ്പവീഞ്ഞികളിലോട്ട് കരം നീട്ടാൻ. അപ്പം നമ്മുടെ മുമ്പിൽ കൂടി വരുമ്പം ലാഘവബുദ്ധിയോടെ ആരും ദയവ് ചെയ്ത് അതെടുത്ത് ഭുജിക്കരുത്. പാനപാത്രം ലാഘവബുദ്ധിയോടുകൂടി കുടിക്കരുത്. ഇന്ന് പകലിൽ ഇത് നാം കുടിക്കുമ്പോഴും ഇത് നാം ഭക്ഷിക്കുമ്പോഴും യേശുവിന്റെ ആളത്തെ ശരീരം എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു എന്ന ഓർമ്മ നമ്മുടെ അകത്ത് സൂക്ഷിച്ചുകൊണ്ട് വേണം ഇന്ന് പകൽ കർത്താവിന്റെ മേശ നമ്മൾ അനുഷ്ഠിക്കാൻ. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പൊ ഒന്ന്, യേശുവിന്റെ ആളത്തെ ശരീരം. രണ്ട്, അടയാള ശരീരമാണ്. അടയാള ശരീരം. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ എന്ന് ചിലപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്. അറിയാവുന്നതാണെങ്കിലും ചുമ്മാതെ പ്രാർത്ഥിച്ചത് നമ്മുടെ കരത്തിലോട്ട് തരാൻ ഗൗരവമില്ലാത്ത ഒരു ശുശ്രൂഷയല്ല. ഇന്ന് പകലിൽ നാം ഗൗരവമുള്ള ഒരു ശുശ്രൂഷ ഇവിടെ മുൻപിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാനുള്ളതൊക്കെ ആവർത്തിച്ച് കേട്ടതാണ്. ചിലർക്കൊക്കെ ബോറടിച്ചേക്കാം. എങ്കിലും പറയാനുള്ളത് പറഞ്ഞതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ട് നമ്മളത് അനുഭവിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേക ജീവൻ വ്യാപരിക്കും. അതുകൊണ്ട് ശാന്തമായിട്ട് ഇരുന്ന് കേൾക്കുമ്പോൾ തന്നെ ക്രൂശിനെ കുറിച്ച്, യേശുവിൻ്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് നമ്മുടെ അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഇന്ന് പകൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. മത്തായി സുവിശേഷം 26:26 വായിച്ചു കേട്ടു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്തു, വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരമാകുന്നു. അപ്പം ഇവിടെ നാം നുറുക്കി ഭുജിക്കുന്ന അപ്പം യേശുക്രിസ്തുവിന്റെ ശരീരമാണെന്നാ പറയുന്നത്. ഇത് മാംസമാകുന്നില്ല. യേശു കർത്താവ് പറഞ്ഞതാണ്. അപ്പം വാഴ്ത്തി കൊടുക്കുമ്പോൾ യേശു പറഞ്ഞു, ഇത് വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്താണ്? എൻ്റെ ശരീരമാണ്. അടുത്തത്, പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. അപ്പോൾ ഇവരിവിടെ ഭുജിച്ചത് യേശുവിൻ്റെ മാംസം, ഇവരിവിടെ ഭുജിച്ചത് യേശുവിൻ്റെ രക്തം. പ്രാർത്ഥിക്കുമ്പോൾ അപ്പം
മാംസമാകുന്നില്ല, വീഞ്ഞ് രക്തമാകുന്നില്ല. അതിന് നിഴലാണ്. ആ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ. അപ്പോൾ ഈ വസ്തുത ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 53-54 വാക്യങ്ങൾ കൂടി ഒന്ന് വായിച്ചു കൊള്ളുക. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 53-54 വാക്യം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ 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 ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. കർത്തൃമേശയുടെ ഗൗരവം കണ്ടോ? ആദ്യം മത്തായി 26-ൽ അന്തി അത്താഴത്തിന്റെ സമയം നമ്മുടെ കർത്താവ് ശിഷ്യഗണത്തോട് പറഞ്ഞു, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്റെ ശരീരമാണ്. പാനപാത്രം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വാങ്ങി കുടിപ്പീൻ, ഇതെന്റെ രക്തമാണ്. അതിൻ്റെ വിശദാംശം, എന്തുകൊണ്ടാണ് ഇത് ഭുജിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് പാനം ചെയ്യേണ്ടത്, അതിൻ്റെ ഗൗരവം നമുക്ക് മൂട് നോക്കി ചെയ്യാനുള്ള ഒരു ശുശ്രൂഷയല്ല കർത്തൃമേശയുടെ ശുശ്രൂഷ. ഇന്നെന്നാ എടുത്തില്ല, എനിക്ക് തോന്നിയില്ല, തോന്നുമ്പോൾ എടുക്കാനും തോന്നുമ്പോൾ ഉഴപ്പാനും ഉള്ളതല്ല കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷ. ഇതിനെ കൊടുക്കേണ്ട ഗൗരവത്തോടെ നമ്മൾ ഇത് അനുഭവിച്ചേ പറ്റുകയുള്ളൂ. അത് അനുഭവിച്ചില്ലെങ്കിലുള്ള ദോഷം ഒന്ന്, നമ്പർ 1, ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല. അപ്പൊ നിരന്തരം കർത്തൃമേശ ഉപേക്ഷയായി വിചാരിക്കുന്നവരുടെ അകത്ത് ആത്മീക ജീവൻ ഇല്ല. അശരീരമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, വണ്ടി ഓടിക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഈ ജീവനും കൊണ്ട് അങ്ങോട്ട് പോക്ക് നടക്കുകയല്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത് ജീവൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മാംസം തിന്നണം, ഈ രക്തം കുടിക്കണം. ഗൗരവം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. 53. ഇനി 54ലേക്ക് വന്നേ. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത വാക്യത്തിലോട്ട് വന്നപ്പോൾ അത് എന്തായി? നിത്യജീവനായി. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നിത്യതയിൽ ജീവിക്കാനുള്ള ജീവൻ അല്ലേ? ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ. ഒത്തിരിയേറെ വിശദാംശങ്ങൾ അതിനുണ്ട്. അതൊരു പ്രഭാഷണമാണ്. നിത്യജീവൻ തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇപ്പം ശരീരത്തിലുള്ള ഈ ജീവൻ കൊണ്ട് ഇവിടെ ജീവിക്കാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇവിടം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉയരത്തിൽ ജീവിക്കണമെങ്കിൽ ആ നിത്യജീവൻ ഇവിടെ നിന്നേ പ്രാപിക്കണം. ഗൗരവം തിരിച്ചറിയുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഇവിടെ നിന്ന് എറണാകുളത്തിന് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് പത്തനാടുന്ന് തന്നെ പെട്രോൾ അടിച്ചുകൊണ്ട് പോകണം നിർബന്ധമൊന്നുമില്ല. മണർകാടി ഒന്ന് അടിച്ചാലും മതി. അല്ലെ പോകുന്ന വഴിക്ക് എവിടുന്നേലും എന്ത് ചെയ്യാം? ഇഷ്ടം പോലെ പമ്പുകളുണ്ട്. എവിടെ നിന്ന് വേണേലും നമുക്ക് അടിക്കാം, കുഴപ്പമില്ല. അല്ലാതെ ഇവിടുന്ന് ഫുൾ ടാങ്ക് അടിച്ചു പോകണമെന്ന് ഒരു നിർബന്ധവുമില്ല. പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ പമ്പുകളുണ്ട്, ഇനി ഒത്തിരി ഉണ്ടാകും. അപ്പോൾ എറണാകുളത്തിന് പോകുന്ന ഒരാൾക്ക് ഇവിടെ നിന്ന് പോകുമ്പം വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞ് വഴി കിടക്കേണ്ട ഗതികേടൊന്നും വരത്തില്ല. മുട്ടിന് ഇഷ്ടം പോലെ പമ്പുകളുണ്ട്. പക്ഷെ ഇവിടുന്ന് സ്പേസിലോട്ട് പോകുന്ന ഒരാൾക്ക് പോയി വരാനുള്ള സംഭവം ഇവിടുന്ന് നിറച്ചുകൊണ്ട് പോയില്ലെങ്കിലത്തെ കാര്യം ഓർത്ത് നോക്കി. ഇടയ്ക്ക് സ്റ്റേഷനൊന്നുമില്ല ഫില്ല് ചെയ്യാൻ. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇവിടെ നിന്ന് പോയി ഇവിടേക്ക് ഈ സ്പേസ് ഷട്ടിൽ പോയി മടങ്ങി വരണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യണം? അല്ലാതെ പാതി വഴി ചെല്ലുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഫ്യൂവൽ സ്റ്റേഷനൊന്നും അവിടെ ഇല്ല. ഇതൊരു ഉദാഹരണമാണെങ്കിൽ ഞാൻ പറയാം, നിത്യതയിൽ നമുക്ക് നിത്യകാലം വാഴണമെങ്കിൽ നിത്യജീവൻ ഇവിടെ നിന്ന് പ്രാപിക്കണം. ശരീരത്തിലുള്ള ജീവൻ വേറെ, അകത്തുള്ള നിത്യജീവൻ വേറെ. അങ്ങനെയെങ്കിൽ എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് നിത്യജീവൻ ഇല്ലെന്നാ കർത്താവ് പറഞ്ഞത്. ഹല്ലേലൂയ. കണ്ടോ കർത്താവിൻ്റെ മേശയുടെ അനുഷ്ഠാനത്തിൻ്റെ ഗൗരവം കൊണ്ടോ? എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അടുത്ത വാക്യം, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മരിച്ചു കഴിഞ്ഞാൽ
ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ വരവിങ്കൽ ഒരു ഉയർപ്പ് നടക്കണമെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്ത ആരും കർത്താവിൻ്റെ വരവിൽ ഉയർക്കപ്പെടുകയില്ല. ഇന്ന് നിങ്ങൾക്കിതിനകത്ത് ഈ കർത്താവിൻ്റെ മേശ ഇവിടെ നടക്കുമ്പം എടുക്കാൻ പ്രാഗൽഭ്യമില്ലെങ്കിൽ, ഇന്നൊരു മണിക്ക് കാഹളം ധ്വനിച്ചാൽ കർത്തൃമേശ എടുക്കാൻ പ്രാഗൽഭ്യമില്ലാത്ത ഒരാള് കർത്താവിൻ്റെ വരവിൽ പോകത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് തോന്നുമ്പം ചെയ്യാനുള്ള കാര്യമല്ല. ബോധിക്കുമ്പോ എടുക്കാനും ബോധക്കേട് വരുമ്പം എടുക്കാതിരിക്കാനും ഉള്ളതല്ല. ഏതു സമയവും നമ്മുടെ കർത്താവിൻ്റെ വരവ് സംഭവിക്കാം. ഈ കർത്താവിന്റെ മേശയിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ നമ്മളെ അകറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വരവിൽ എടുക്കപ്പെടുന്നതിനും തടസ്സമാണെന്ന് തിരിച്ചറിഞ്ഞ് ക്രമീകരിക്കേണ്ടത് വേഗത്തിൽ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നല്ല ഒരു അടക്കം കിട്ടിയത് കൊണ്ടൊന്നും ഉയർപ്പ് നടക്കണമെന്നില്ല. നല്ല ഒരു ഒടുക്കം നമുക്ക് കിട്ടണം. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എങ്ങനെ നമ്മൾ ജീവിച്ചാലും പൈസ ഉണ്ടെങ്കിൽ, ആൾബലം ഉണ്ടെങ്കിൽ 1-ാം ക്ലാസ് അടക്കം എന്ത് ചെയ്യും? കിട്ടും. പക്ഷേ അടക്കം നോക്കിയല്ല ഉയർപ്പ് നടക്കുന്നത്, ഒടുക്കം നോക്കിയാ. ഇന്ന് പകലിൽ നല്ല ഒരു അവസാനം നമുക്കുണ്ടാകട്ടെ. മനുഷ്യരോടും ദൈവത്തോടും കുറ്റമറ്റ ഒരു മനസാക്ഷിയോടുകൂടി ഇവിടെ ജീവിച്ച് ഇവിടെ നിന്ന് വിട കൊണ്ടാൽ കാഹളം ധ്വനിക്കുമ്പോൾ ആ ശരീരത്തിൽ ദൈവശക്തി വ്യാപരിക്കും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആ ശരീരങ്ങൾ ഉയർത്തുവരും. അപ്പോ നമ്മുടെ പുനരുത്ഥാനത്തോട് വരെ എന്തിന് ബന്ധമുണ്ട്? ഇവിടം കൊണ്ട് തീരുമാനമെങ്കിൽ നമുക്കിപ്പോൾ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതിന് നമ്മുടെ ഉയർപ്പിനോട് വരെ ബന്ധമുണ്ട്. ബോധ്യമാകുന്നവർ കർത്താവിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കൂടെ വായിച്ച് ഞാൻ ആ ഭാഗം ചുരുക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു ആളത്വ ശരീരം. ആളത്വ ശരീരത്തിലാണ് പാപത്തിൻ്റെ ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തത്. രണ്ടാമത്തേതാണ് അടയാള ശരീരം. അടയാള ശരീരമാണ് ഇവിടെ ഇരിക്കുന്ന അപ്പവീഞ്ഞുകൾ. യേശുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും നിഴലാണ്, അല്ലെങ്കിൽ അടയാളമാണ് ഇവിടെ ഇരിക്കുന്ന അപ്പവീഞ്ഞുകൾ. മൂന്നാമത്തെ യേശുവിൻ്റെ ശരീരമാണ് മാർമീക ശരീരം. മാർമീക ശരീരം അത് ദൈവത്തിൻ്റെ സഭയാണ്. എഫെസ് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. എഫെസർ 1:23. എല്ലാറ്റിലുമെല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെയുള്ള സഭ ക്രിസ്തുവിന്റെ ശരീരമാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസികളും ആരാണ്? ഈ ശരീരത്തിന്റെ അവയവങ്ങളാണ്. അപ്പൊ യേശു കർത്താവിന് 3 ശരീരമുണ്ട്. 1 ആളത്വ ശരീരം, 2 അടയാള ശരീരം, 3 മാർമീക ശരീരം. ഇന്ന് പകലിൽ മാർമീക ശരീരത്തോട് ബന്ധപ്പെട്ടുള്ള ശുശ്രൂഷയിലാണ് നമ്മളിവിടെ പങ്കാളികളാകുന്നത്. ആദിമസഭ 4 പ്രധാനപ്പെട്ട കാര്യത്തിന് വളരെ ഗൗരവം കൊടുത്തിരുന്നു. 4 എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിന് ഗൗരവം കൊടുത്തില്ല എന്നുള്ളതല്ല, ബാക്കിയുള്ളത് ചെയ്തവരാണ് ഈ 4 കാര്യം അനുഷ്ഠിക്കേണ്ടത്. പെന്തക്കോസ്തിലെ പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ അകത്ത് നമുക്കറിയാം 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അടിസ്ഥാന വേദോപദേശങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്ന കാര്യം 2-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. അതിനകത്തെ മാനസാന്തരമുണ്ട്, സ്നാനമുണ്ട്, പരിശുദ്ധാത്മാഭിഷേകമുണ്ട്, വേർപാടുണ്ട്. ഇതെല്ലാം പറഞ്ഞു വരുമ്പോഴത്തേക്കും അടുത്ത ഭാഗത്ത് പറയുന്ന ഒരു പ്രധാന ഭാഗമാണ് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ഈ 4 കാര്യം ഏറ്റവും പ്രാധാന്യതയുള്ളതാ. സ്നാനപ്പെട്ടുകൊണ്ട് നമ്മുടെ കടമയൊന്നും തീർന്നില്ല, മാനസാന്തരപ്പെട്ടുകൊണ്ട് കടമ തീർന്നില്ല, 2 വാക്ക് അന്യഭാഷ പറയാൻ നാവേലുള്ളത് കൊണ്ട് നമ്മുടെ കടമ തീർന്നില്ല. ആത്മീയ ജീവിതം സുഗമമായിട്ട് നടക്കണമെങ്കിൽ അന്നും ഇന്നും എന്നും ദൈവമക്കൾ കരുതേണ്ട 4 പ്രധാന കാര്യങ്ങളാണ്. 1 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം, 2 കൂട്ടായ്മയാചരിക്കണം, 3 അപ്പം നുറുക്കണം, 4 പ്രാർത്ഥന കഴിക്കണം.
ഇതിലേതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പിഴവ് വന്നാൽ ആത്മീക ജീവിതത്തിൽ അത് എല്ലാം ബാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതിലേതെങ്കിലും ഒരു കാര്യത്തിന് പിഴവ് വന്നാൽ അത് നമ്മുടെ ആത്മീക ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് ഗൗരവബുദ്ധിയ ഉപദേശം, 2 കൂട്ടായ്മ, 3 അപ്പം നുറുക്ക്, 4 പ്രാർത്ഥന. ഇത് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. പുഷ്പം ശാരോനിലവൻ താമരയുമേ താഴ്വരയിൽ പനി നീർ പുഷ്പം ശാരോ